പ്രകൃതി എന്തുകൊണ്ട് ജീവജാലങ്ങൾക്ക് 2 നോസിൽ കൊടുത്തിരിക്കുന്നു? മൂക്കിന് 2 ദ്വാരം. അത് പ്രകൃതി തന്നിരിക്കുന്ന ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നല്ല തണുപ്പുള്ള സമയത്ത് ഏതെങ്കിലും ഒരു ഹോൾ അടച്ചു പിടിച്ച് ശ്വാസം ഉള്ളിലോട്ടെടുക്കുകയും മറ്റേ ഹോൾ അടച്ചു പിടിച്ച് ബ്രീത്ത് ചെയ്യുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഹോൾ അടഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ സെയിം ദിവസം തന്നെ ഒരു ഉച്ചയ്ക്ക് നല്ല ചൂടുള്ള സമയത്ത് ഇതേ പ്രക്രിയ നിങ്ങൾ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡായിരിക്കും അടഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ പ്രകൃതിക്ക് വളരെ നിർബന്ധമുണ്ട് നമ്മുടെ ലങ്സിലേക്ക് കറക്റ്റ് ടെമ്പറേച്ചറിൽ ശ്വാസം എത്തിയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ എയർ കണ്ടീഷണർ സിസ്റ്റം നമ്മൾക്ക് തന്നിരിക്കുന്നത്. നമ്മൾക്ക് അതിന് നന്ദിയുള്ളവരായിരിക്കാം. ഹായ്, ഞാൻ ഷാജി കുര്യൻ, ഹെൽത്ത് ആൻഡ് ബ്രീത്തിങ് കോച്ച്. അടുത്ത ബ്രീത്തിങ് മെത്തേഡ് എന്ന് പറയുന്നത് അനുലോം വിലോം, ആൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രീത്തിങ് എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ ചൂണ്ടുവിരലും മിഡിൽ ഫിംഗറും ഫോൾഡ് ചെയ്തുകൊണ്ട് തമ്പും റിംഗ് ഫിംഗറും ഉപയോഗിച്ചുകൊണ്ട് ആൾട്ടർനേറ്റീവ്ലി ഓരോ ഹോളും ക്ലോസ് ചെയ്തുകൊണ്ട് ബ്രീത്ത് ചെയ്യുന്നതിനാണ് അനുലോം വിലോം എന്ന് പറയുന്നത്. ആദ്യമേ ലെഫ്റ്റ് ഹോൾ അടച്ചു പിടിച്ചുകൊണ്ട് റൈറ്റിൽ കൂടി ഇൻഹെയിൽ ചെയ്യുക. അതിനുശേഷം റൈറ്റ് അടച്ചു പിടിച്ച് ലെഫ്റ്റിൽ കൂടി എക്സെയിൽ ചെയ്യുക. ലെഫ്റ്റിൽ കൂടി ശ്വാസം ഉള്ളിലോട്ടെടുത്ത് ലെഫ്റ്റ് അടച്ച് റൈറ്റ് തുറന്ന് റൈറ്റിൽ കൂടി ശ്വാസം വെളിയിലേക്ക് വിടുക. പ്രകൃതി നമ്മൾക്ക് തന്നിരിക്കുന്ന റൈറ്റ് ബ്രെയിൻ, ലെഫ്റ്റ് ബ്രെയിൻ, രണ്ടിനെയും ആക്ടിവേറ്റ് ചെയ്യാൻ ഈ അനുലോം വിലോം നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഹായ്, ഞാൻ ഷാജി കുര്യൻ, ഹെൽത്ത് ആൻഡ് ബ്രീത്തിങ് കോച്ച്. എന്തുകൊണ്ടാണ് വായിൽ കൂടി ബ്രീത്ത് ചെയ്യുന്നത് ഏറ്റവും ഡേഞ്ചറസും തെറ്റായ ശ്വസന രീതിയാണെന്ന് പറയുന്നത്? വായിൽ കൂടി ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മളുടെ സലൈവറി ഗ്ലാൻഡിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും വായ് ഡ്രൈ ആവുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൂക്കിലെ തടസ്സമാണ് പലർക്കും ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിന് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഡീപ്പായിട്ട് മൂക്കിൽ കൂടി ശ്വസിക്കാത്തത് കൊണ്ടാണ് മൂക്ക് അടയുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഹായ്, ഞാൻ ഷാജി കുര്യൻ ഫ്രം സോഷ്യോപീഡിയ. ഇനി മൂക്കിൽ കൂടി ശ്വാസം എടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്? നമ്മൾ ശ്വസിക്കുന്ന വായുവിലുണ്ടാകുന്ന വലിയ ഡസ്റ്റ് എല്ലാം ഈ നോസിൽ മൂക്കിൻ വെച്ച് തന്നെ ഫിൽട്ടർ ചെയ്യപ്പെടുന്നുണ്ടാവും. അതിനുശേഷം ഉള്ളിലോട്ട് പോയി വിൻഡ് പൈപ്പിലുള്ള മ്യൂക്കസ് ലെയറാണ് വളരെ ചെറിയ ഡസ്റ്റുകളെ ഫിൽട്ടർ ചെയ്യുന്നത്. അതിനുശേഷം എയർ കണ്ടീഷനായിട്ടുള്ള കറക്റ്റ് ടെമ്പറേച്ചറിലുള്ള ഓക്സിജൻ ആയിരിക്കും നമ്മുടെ ലങ്സിലേക്ക്. കറക്റ്റ് ടെമ്പറേച്ചറും കറക്റ്റായ ഈർപ്പവും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനിൽ ഉണ്ടായിരുന്നാൽ മാത്രമേ നമ്മൾക്ക് പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ. വായിൽ കൂടി ശ്വസിക്കുമ്പോൾ വായ് ഉണങ്ങുകയും നമ്മുടെ സലൈവ പ്രൊഡക്ഷൻ ഇല്ലാതാവുകയും അത് നമ്മുടെ ദഹനത്തെ ബാധിക്കുകയും നമ്മുടെ സ്റ്റൊമക്കിന് പ്രശ്നമുണ്ടാവുകയും ശരിയായ രീതിയിൽ നമ്മുടെ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. സോ ഗട്ട് ഹെൽത്ത് ഈസ് കണക്റ്റഡ് ഡയറക്ട്ലി വിത്ത് യുവർ ബ്രെയിൻ ഹെൽത്ത്. സോ നമ്മൾ ശരിയായ രീതിയിൽ ബ്രീത്ത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹായ്, ഞാൻ ഷാജി കുര്യൻ, ഹെൽത്ത് ആൻഡ് ബ്രീത്തിങ് കോച്ച്. അടുത്ത ബ്രീത്തിങ് മെത്തേഡ് എന്ന് പറയുന്നത് ബ്രഹ്മറിയാണ്. ഹണി ബി സൗണ്ട് ഉണ്ടാക്കുന്ന രീതിയിൽ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ശ്വാസം വെളിയിലേക്ക് വിടുന്നതിനാണ് ബ്രഹ്മറി ബ്രീത്തിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻഹെയിൽ ചെയ്തതിന് ശേഷം ശ്വാസം വെളിയിലോട്ട് വിടുമ്പോൾ ഒരു ഹണി ബി സൗണ്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ബ്രീത്തിങ് ചെയ്യുന്നത്. ഇതുപോലെ ചെവികൾ അടച്ചു പിടിച്ചു നമ്മൾക്ക് ശ്വാസം ഉള്ളിലോട്ടെടുക്കുക,
ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ബ്രെയിനിന് ഒരു ഫിസിക്കൽ എക്സർസൈസ് കൊടുക്കാൻ നമ്മൾ സാധാരണ പറഞ്ഞാൽ, എന്നാൽ ഭ്രമറി പ്രാണായാമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു വൈബ്രേഷൻ എന്ന നിലയിൽ നമ്മളുടെ ബ്രെയിനും ഒരു വൈബ്രേഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു ഫിസിക്കൽ എക്സർസൈസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഹായ്, ഞാൻ ഷാജി കുര്യൻ, ഹെൽത്ത് ആൻഡ് ബ്രീത്തിങ് കോച്ച്. നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാൻ ഈ 5 കാര്യങ്ങൾ എന്താണ്? ഏറ്റവും ആദ്യത്തെ ബോഡി അല്ലെങ്കിൽ അന്നമയം. നമ്മൾ കഴിച്ച അന്നം കഴിച്ച് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന അതിശേഷം പ്രാണമയം, നമ്മൾ ശ്വസിക്കുന്ന വായു. നമ്മൾ ശ്വസിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ പേര് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ പ്രാണനുള്ള ഒരു വ്യക്തിയാണ്. ആ പ്രാണൻ എന്നും നിലയ്ക്കുന്നു അന്ന് നമ്മുടെ ബോഡി. മൂന്നാമത്തെ എന്ന് പറയുന്നത് മൈൻഡാണ്, മനോമയം. മനസ്സാണ് ഏറ്റവും പ്രധാനം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ആരോഗ്യത്തിന്, സക്സസിന്. അടുത്തു വരുന്നതാണ് വിജ്ഞാനമയം, ഇന്റലക്ട്. നമ്മളുടെ പ്രൊഫഷനിലാണ് നമ്മൾക്ക് വിജ്ഞാനമയം. പക്ഷേ നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് എന്ത് അറിവാണ് നമുക്കുള്ളത്, അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ജീവിത വിജയം. അഞ്ചാമത്തെ എന്ന് പറയുന്നത് ബ്ലിസ് അല്ലെങ്കിൽ ആനന്ദമയം. എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സോ ഈ 5 കാര്യങ്ങളിൽ ശരിയായ വിജ്ഞാനം അല്ലെങ്കിൽ അറിവ്, ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആയി ജീവിക്കാൻ സാധിക്കൂ. ഹായ്, ഞാൻ ഷാജി കുര്യൻ. ശരിയായി ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിക്ക് ആദ്യമേ തന്നെ ശരീരത്തിന് ഊർജ്ജമുണ്ടാവും. അദ്ദേഹത്തിന്റെ മനസ്സിന് ശാന്തത ലഭിക്കുന്നുണ്ടാവും. ശാന്തത ലഭിക്കുമ്പോൾ തന്നെ ഏകാഗ്രത ലഭിക്കുന്നുണ്ടാവും. അതുവഴി പല അസുഖങ്ങളും ഒഴിവാക്കാൻ നമ്മുടെ ശരീരത്തിന് എനർജി, ഊർജം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശാന്തത കൈവരിക്കുന്നത്. ഇപ്പോൾ ശാന്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജോലിയിൽ ശരിയായ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ആ ഏകാഗ്രതയാണ് നമ്മളുടെ ജോലി നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ല ഡിസിഷൻ എടുക്കാനും സാധിക്കുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ